കൽക്കി 2898 ഇറ്റ്സ് വർത്ത് എവറി പെനി. 600 കോടി മുടക്കിയെടുത്ത പടം അതൊരു ട്രൂലി ടോപ്പ് നോച്ച് എന്ന് പറയുമ്പോൾ ഒരു ഹോളിവുഡ് സ്റ്റഫ് കണ്ടിറങ്ങിയ ഫീലാണ്. നമ്മൾ മാഡ് മാക്സോ അല്ലെങ്കിൽ മാവലോ ആ ഒരു മൂവിയിൽ കാണുന്ന ഫ്രെയിംസ് ഈ ഒരു ബഡ്ജറ്റിൽ ഇന്ത്യൻ മൂവീസിൽ പ്രസന്റ് ചെയ്ത രീതി, ഒരു സീനിൽ പോലും നമുക്ക് അയ്യെന്ന് തോന്നുന്ന ഗ്രാഫിക്സ് അത്ര അടിപൊളിയായിട്ടുണ്ട്. ആൻഡ് കഥ വൈസ് പറയുകയാണെങ്കിൽ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഇതിനകത്തേക്ക് മഹാഭാരതം ബ്ലെൻഡ് ചെയ്ത രീതി, അത് ഒരു ഒട്ടും ക്ലീശ ആവാത്ത രീതിയിൽ പ്രസന്റ് ചെയ്തു. ആൻഡ് എടുത്തു പറയേണ്ടത് നമ്മുടെ പെർഫോമൻസ് എല്ലാവരും ഉണ്ട്. കമൽഹാസൻ പുള്ളി ഒരു എപ്പിക് വില്ലനാണ്. ലൈക്ക് ഒരു കുറച്ച് സീൻസേ ഉള്ളൂ, ബാക്കി ഇനി വരാൻ പോകുന്നുള്ളൂ. സോ അതിന് വെയിറ്റിംഗ് ആണ്. ബിഗ് ബി, അമിതാഭ് ബച്ചൻ എൻ്റെ എനിക്ക് തോന്നുന്നു തക്സ് ഓഫ് ഹിന്ദുസ്ഥാന് ശേഷം ബിഗ് ബി ഇത്രയും മാസീവ് ആക്ഷൻ ചെയ്ത് കണ്ടത്, നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത മൂവി ഇതായിരിക്കും. പിന്നെ ദിവ്യ പത്കോൺ, വിജയ് ദേവർകൊണ്ട ക്യാമിയോ ഉണ്ട്, ദുൽഖർ ക്യാമിയോ ഉണ്ട്. എല്ലാവരും നല്ല രീതിയിൽ ലൈക്ക് ചുമ്മാ ഒന്നും അല്ലാതെ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് കമ്മിങ് ടു പ്രഭാസ്, ഗുഡ് ജോബ്. ഒരു കുറേ ശേഷം പ്രഭാസിന്റെ ഒരു കംപ്ലീറ്റ്ലി പോസിറ്റീവ് മൂവി വരാൻ പോകുന്നത് ഇതായിരിക്കും. പിന്നെ എല്ലാവർക്കും ഈക്വൽ സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഒരാളുടെ വൺ മാൻ ഷോ അങ്ങനെ ഒന്നുമില്ല. ലൈക്ക് സ്റ്റോറിയാണ് അതിനകത്ത് മെയിൻ, അത് ബിൽഡ് ചെയ്ത രീതി. കൽക്കി വേൾഡ് ബിൽഡിംഗ് സ്റ്റാർട്ടിങ് ഒരു ചെറിയ ഡിപ്പ് വന്നായിരുന്നു, കാരണം വേൾഡ് ബിൽഡിംഗ് ആയതുകൊണ്ട് ചെറിയൊരു ലെവൽ ഉണ്ടായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫ് വേറെ ലെവലായിരുന്നു. ക്ലൈമാക്സിംഗ് ആകുമ്പോൾ സോസം വർത്ത് എവറി പെനി. 600 കോടി മുടക്കിയതിൽ അത് നമുക്ക് ശരിക്കും അത് കാണാനുണ്ട്. ആൻഡ് എല്ലാം ഡീറ്റെയിലാണെന്ന് കാണാം. കാണുമ്പോൾ ഓക്കെ അറ്റ്മോസ്ഫിയർ ആണ് നോക്കുക. 3D കണ്ട ഇമ്പാക്റ്റ് ആയിട്ടുണ്ടാവും എനിക്ക് ഫീൽ ചെയ്തില്ല. കാരണം മാവൽസ് കാണുമ്പോൾ നമുക്ക് അവസാനം വരുന്ന ആ ഒരു വാറൊക്കെ നല്ലൊരു ഫീല്, ലൈക്ക് നമ്മൾ ആ ഒരു ഹോളിവുഡ് കണ്ട സ്റ്റഫ് നമ്മുടെ ഇന്ത്യൻ മൂവിൽ കാണുമ്പോൾ വെരി ഹാപ്പി. ഈ മഹാഭാരതമായിട്ട് ബ്ലെൻഡ് ചെയ്യുന്ന പറയുന്നുണ്ടല്ലോ, അപ്പൊ അതിന്റെയൊക്കെ ആ ഒരു പഴമ, അതേപോലെ തന്നെ ഇത്രയും ടെക്നോളജി ആയിട്ട് വളർന്നു വരുമ്പോഴുള്ള ഒരു ബ്ലെൻഡിങ് അല്ല, രണ്ടും എക്സ്ട്രീം ആണ്. ഒന്ന് അത്രയും പഴകിയ സ്റ്റോറിയും ഇത് കാണിക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ 600 വർഷത്തിന് ശേഷം 6000 വർഷത്തിന് ശേഷമുള്ള അത് രണ്ടും ബ്ലെൻഡ് ചെയ്ത രീതി. ക്ലീഷ ശരിക്കും വരാമെന്നാണ്, പക്ഷെ അത് പ്രസന്റ് ചെയ്ത രീതി ഇമ്പാക്ട്ഫുൾ ആയിരുന്നു, പവർഫുൾ ആയിരുന്നു. ആൻഡ് വെരി ഹാപ്പി. ആൻഡ് ഇതൊരു ട്രൂലി എപ്പിക് സ്റ്റഫാണ്. തിയേറ്ററിൽ മിസ് ചെയ്തത്. ഈ മലയാളത്തിൽ വരുന്ന ആക്ടേഴ്സിന്റെ ഒക്കെ പെർഫോമൻസ് ഒക്കെ എങ്ങനെയാണ്? ക്യാമിയോ റോള് ദുൽഖർ വരുന്നുണ്ട്. ദുൽഖറിന്റെ ഒരു ക്യാമിയോ, ജസ്റ്റ് ഒരു 5 minutes ക്യാമിയോ ആണ്. അത്യാവശ്യം രസം ഉണ്ടായിരുന്നു. ശോഭന മാം ഹാസ് ഡൺ എ ഗ്രേറ്റ് ജോബ്. ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോൾ ഒരു എലവേഷൻ ഒക്കെ ഉണ്ട് ശോഭന മാം, അത് അടിപൊളിയായിരുന്നു. ആൻഡ് പിന്നെ ആനവൻ, നമ്മുടെ ഹെലൻ അഭിനയിച്ച ആക്ട്രസ്, പുള്ളിക്കാരത്തേക്കും അത്യാവശ്യം നല്ല റോളാണ് കൊടുത്തത്. സോ മൊത്തത്തിൽ ലൈക്ക് ഒരു ഇൻഡിവിജ്വലി ആയാലും കുഞ്ഞു കുഞ്ഞു തന്നെ ആൾക്കാർക്കായാലും ഈക്വൽ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ നല്ല റോള് കിട്ടിയിട്ടുണ്ട്. ആൻഡ് അത് കഥയാണ് ഇമ്പാക്ട്ഫുൾ ആയിട്ടുണ്ട്. സോ മൊത്തത്തിൽ ഒരു കൽക്കി ഹാസ് ഡൺ എ ഗ്രേറ്റ് ജോബ്. നാഗാശ്വിൻ, ഹാറ്റ്സ് ഓഫ്. അമിതാഭ് ബച്ചൻ്റെയാണ് പറയുന്നത്. കാരണം ഈ പ്രഭാസ് ഈ ന്യൂ ജനറേഷൻ നായകൻ്റെ കൂടെ തന്നെ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള അമിതാഭ് ബച്ചൻ്റെ സ്ക്രീൻ പ്രസൻസ് അപാരമാണ്. അമിതാഭ് ബച്ചൻ ഈ സിനിമയിൽ സാധാരണയിലും കുറച്ചുകൂടെ ഹൈറ്റ് കൂടിയ ഒരു കഥാപാത്രമായിട്ടാണ്. അത് സിനിമയിൽ പുള്ളിയുടെ റോൾ എന്താണെന്ന് ഞാൻ വെളിപ്പെടുത്തുന്നില്ല, കൂടുതൽ പേര് പറയണ്ട, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പുള്ളി ഒരു പുരാണ കഥാപാത്രം, ഒരു മരണമില്ലാത്ത ഒരു ചിരഞ്ജീവിയായിട്ടുള്ള കഥാപാത്രമാണ് വന്നത്. ആ സിനിമയിൽ ഈ റോളിൽ നമുക്ക് അമിതാഭ് ബച്ചനെ അല്ലാതെ വേറെ ആളെ കാസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത്രയും കാലമായി ഇന്ത്യൻ സിനിമയിലെ അമരത്ത് ഈ ഒരു സൂപ്പർ സ്റ്റാർ പദവിയിൽ നിൽക്കുന്ന ഒരു ചില്ലറ കാര്യമല്ല. പ്രഭാസിന്റെ തന്നെ ഇൻട്രോ ആണെങ്കിലും ഓരോരുടെ ഇൻട്രോയിലൂടെ അയാളെ ഹീറോ ബിൽഡപ്പ് വരാൻ വേണ്ടി സമയമെടുത്തെങ്കിലും വന്ന് ലാൻഡ് ചെയ്ത മുതൽ ക്ലൈമാക്സ് വരെ ഒരേ പേസിൽ ഇടിച്ചു നിന്നൊരു പ്രത്യേകതരം ഒരു പെർഫോമൻസ് ആയിരുന്നു അമിതാഭ് ബച്ചൻ്റെ. ആ എനർജി എടുത്തു പറയേണ്ടതാണ്. ഡയലോഗ് ഡെലിവറി നമ്മൾ മലയാളത്തിലാണ് കേട്ടത്, ഒരുപക്ഷെ ഹിന്ദിയിലാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഡയലോഗ് ഡെലിവറി കൂടി അറിയാമായിരുന്നു. ആരാണെങ്കിലും ഇപ്പോൾ കമൽഹാസൻ ആണെങ്കിലും ആദ്യമൊക്കെ ഒരു CGI സഹായത്തോടെയാണ് കാണിച്ചത്. ക്ലൈമാക്സിൽ അദ്ദേഹത്തിൻ്റെ ഒരു വിഷ്വൽ, ഒരു രൂപം കാണിക്കുന്ന രീതിയിലാണ് ക്ലൈമാക്സ് വന്നിരിക്കുന്നത്. അപ്പോൾ കൽക്കി സെക്കൻഡ് പാർട്ട് സിനിമാറ്റിക് യൂണിവേഴ്സ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. കാരണം കമൽഹാസൻ, അമിതാഭ് ബച്ചൻ, പ്രഭാസ് ഇവരെല്ലാവരും നിറഞ്ഞ ഇനി കൂടുതൽ താരങ്ങൾ ഉണ്ടാവുമോ എന്നറിയില്ല. ഒരു മസ്റ്റ് വാച്ച് മൾട്ടി സ്റ്റാർ കൊമേഴ്ഷ്യൽ എന്റർടൈനർ ആണ് ഈ സിനിമ. ഫസ്റ്റ് ഹാഫിൽ സ്ലോ ബിൽഡപ്പ് ആണെങ്കിലും സെക്കൻഡ് ഹാഫിൽ അതിൻ്റെ എല്ലാം കുറവുകൾ തീർത്തുകൊണ്ട് ഗംഭീരമായ ആക്ഷൻ ഫീസ്റ്റ് ആയിട്ടാണ് സിനിമ വന്നിരിക്കുന്നത്. പ്രഭാസിന് ഇത്ര നാളും കളിയാക്കിയവർക്കുള്ള ഒരു തിരിച്ചടി, ഭയങ്കര മറുപടിയാണിത്. ഇത് മറുപടിയാണ്. ഒരു ശരിക്കും പറഞ്ഞ ഇന്ത്യൻ പ്രഭാസിനെ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു പടം ഇനി വന്നിട്ടില്ല, ഇനി വരുമോ എന്നുള്ളതൊരു സംശയമുണ്ട്. അത്രയും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സീനും പോലും നമുക്ക് ശരിക്കും കണ്ണിങ്ങനെ ചുമ്മാതെ നമ്മൾ നോക്കിയിരുന്നു പോകും. കണ്ണടയ്ക്കാതെ നോക്കിയിരുന്നു. കാരണം ആരാണ് വരുന്നത്, ആരൊക്കെയാണ് പെർഫോമൻസ് ചെയ്യണമെന്നൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ നോക്കിയിരുന്നു. ആ വന്ന എല്ലാ റോൾസിലും എല്ലാവരും ഗംഭീരമായിട്ടുണ്ട്. കമൽഹാസനും അമിതാഭ് ബച്ചനും നമ്മുടെ ദുൽഖർ വരെ പൊളിച്ചടിക്കിയിട്ടുണ്ട് അതിനകത്ത്. വിജയ് ദേവർകൊണ്ട സൂപ്പർ സ്റ്റാർ ഒക്കെ എല്ലാവരും വന്ന്. ഇനി ഞാൻ പറഞ്ഞില്ല, അടുത്ത ഭാഗത്തിന് വേണ്ടി എല്ലാവരും വെയിറ്റിംഗ് ആണ്. ഗംഭീര പടമാണ്. എല്ലാവരും നല്ല തിയേറ്ററിൽ പോയി കാണണം. 3D എഫക്റ്റിൽ കണ്ടു കഴിഞ്ഞാൽ ഒന്നും കൂടി ഗംഭീരമായിരിക്കും.
ഗംഭീര പടം. ഇനി ഒരു ഘട്ടം കൂടി കാണാനുണ്ടോ പടം? ഇതിപ്പോ ഇനി അടുത്ത ഷോ ബുക്ക് ചെയ്തിട്ടുണ്ട്, ഒന്നുകൂടി കാണണം. അത്രയും ത്രില്ലിംഗ് ആണ്. ഓരോ നിമിഷവും നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റിയ സിനിമയാണ് പ്രഭാസ് ഇസ് ബാക്ക്.